ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തേത് LGS ഉദ്യോഗാർത്ഥികൾക്കായുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം: കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിലെത്തിയത് എന്ന് പ്രഖ്യാപിച്ചത് കഴ്സൺ പ്രഭു. ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയ വ്യക്തി രാജാറാം മോഹൻ റോയ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി 1857 മെയ് 10. ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം അടയാർ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. മുതലാളിത്ത സമ്പദ്വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ്വ്യവസ്ഥയുടെയും സമന്വയ രൂപം മിശ്ര സമ്പദ്വ്യവസ്ഥ. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് നിയമം പാസാക്കിയ വർഷം 2009. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമാക്കാൻ നിർദ്ദേശിച്ച കമ്മിറ്റി സാപ്രോ കമ്മിറ്റി. ഒരു വിദേശ പൗരൻ കുറഞ്ഞത് എത്ര വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ പൗരത്വത്തിന് അപേക്ഷിക്കാം? 5 വർഷം. നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. സൈലന്റ് വാലി ഉൾപ്പെടുന്ന താലൂക്ക് മണ്ണാർക്കാട്. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പുകളിലൂടെ നൽകിക്കൊണ്ടുള്ള കൃഷിരീതി അറിയപ്പെടുന്നത് ഫെർട്ടിഗേഷൻ. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി നന്ദാദേവി. ആൻഡമാൻ നിക്കോബാറിലെ ആകെ ദ്വീപുകളുടെ എണ്ണം 572. കേരളത്തിൽ ആദ്യത്തെ ഹൈഡൽ ടൂറിസം ആരംഭിച്ചത് എവിടെ? മൂന്നാർ. കേരളത്തിലെ ആദ്യ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത KM ബീനാമോൾ. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം. പയസ്വിനി എന്നറിയപ്പെടുന്ന നദി ചന്ദ്രഗിരിപ്പുഴ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ. പ്രസിഡൻസ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായൽ അഷ്ടമുടി കായൽ. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 1967. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വൈഫൈ നഗരമേത്? മലപ്പുറം. കേരളത്തിലെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? വെള്ളാനിക്കര. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് എന്ന്? 1925 നവംബർ 23. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി കണക്കാക്കപ്പെടുന്നത് കേരള കേസരി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ CV കുഞ്ഞിരാമൻ. കയ്യൂർ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഹോസ്ദുർഗ്. തോൽവിറക് സമര നായിക കാർത്യായനി അമ്മ. തിരുവിതാംകൂറിൽ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്നത് ആരുടെ ഭരണകാലമാണ്? ഉത്രം തിരുനാൾ. കൂടിയാട്ടം അവതരിപ്പിക്കുന്നതിന് വേണ്ടിവരുന്ന ദിവസം 41. ഭാരതീയ നൃത്തകലകൾ അഭ്യസിപ്പിക്കുന്ന കലാലയമായ മാർഗി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ദ്രോണാചാര്യർ രൂപപ്പെടുത്തിയത് എന്ന് കരുതപ്പെടുന്ന കേരളത്തിലെ കലാരൂപം കോൽക്കളി.
അക്കാമ ചെറിയാൻ്റെ പേരിലുള്ള സാംസ്കാരിക സമുച്ചയം സ്ഥാപിതമാകുന്ന ജില്ല ഏത്? ഇടുക്കി. ദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് സൃഷ്ടി ഗോസ്വാമി എന്ന പെൺകുട്ടി ഒരു ദിവസത്തേക്ക് മുഖ്യമന്ത്രി പദം അലങ്കരിച്ച സംസ്ഥാനമേത്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം സ്ഥാപിതമാകുന്ന ജില്ല? ആലപ്പുഴ. സംസ്ഥാന സർക്കാരിൻ്റെ വനിതാ ശാക്തീകരണ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ തയ്യാറാക്കിയ ആദ്യ ചിത്രം ഡിവോഴ്സ്. റേഡിയോ കേരള 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച പരിപാടി ഏത്? പാഠം. ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ഫ്ലഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം? അസം. വേൾഡ് വൈഡ് ഫണ്ടിൻ്റെ ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ? വിശ്വനാഥൻ ആനന്ദ്. ഒരു ക്ലബിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന പെലെയുടെ റെക്കോർഡ് മറികടന്ന താരം? ലയണൽ മെസ്സി. വൺ ബ്ലോക്ക് വൺ പ്രൊഡക്റ്റ് സ്കീം ആരംഭിച്ച സംസ്ഥാനം? ഹരിയാന. കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് രോഗബാധ റിപ്പോർട്ട് ചെയ്ത ജില്ല? തിരുവനന്തപുരം. ആദ്യ ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവലിന് വേദിയായ സംസ്ഥാനം? കേരളം. കവയിത്രി സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി? നാട്ടുമാന്തോപ്പുകൾ. കേരളത്തിൽ ആദ്യമായി റബ്ബർ ചെക്ക് ഡാം നിലവിൽ വരുന്ന ജില്ല? കാസർഗോഡ്. പ്രത്യുൽപാദന കോശങ്ങളിലെ കോശവിഭജനം അറിയപ്പെടുന്നത്? ഊനഭംഗം. വ്യക്തമായ കാഴ്ചശക്തിക്കുള്ള ശരിയായ അകലം? 25 സെൻറ്റിമീറ്റർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി സ്ഥിതി ചെയ്യുന്നത്? പൂനെ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ഡം. ഇലക്ട്രിക് ബൾബിൻ്റെ ഊർജ പരിവർത്തനം? വൈദ്യുതോർജം പ്രകാശോർജമായും താപോർജമായും മാറുന്നു. പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത്? ഹൈജൻസ്. മൂന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണത്തിൽ പെടാത്തതേത്? പ്ലയേഴ്സ്. ഏണസ്റ്റ് റൂഥർഫോർഡിന് രസതന്ത്രത്തിൽ നൊബേൽ ലഭിച്ച വർഷം? 1908. ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണങ്ങൾ? ഇലക്ട്രോൺ. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം? ബെറിലിയം.